ഏതാണോ ബ്രാൻഡ്? ജോണി വാക്കർ റെഡ് ലേബിളാണ് സാർ. ഞാൻ ഊഹിച്ചു. പോയി മാറ്റിക്കൊണ്ട് പാടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി. സാർ ഇതാ കഴിക്കുന്നത്. സാർ ഇനി ഇത് കഴിക്കുന്നില്ല. പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരാൻ. എന്താ അത് ഇവിടെ ഇല്ലേ? എന്നാ കൊണ്ടുപോവാ. നമ്മളെടുത്താണ് അഭ്യാസം. അവന്റെ റെഡ് ലേബലേ. താൻ ആരാടോ? ഞാൻ കഴിക്കുന്ന ബ്രാൻഡ് തീരുമാനിക്കാൻ താൻ ആരാടോ? ഞാൻ ആരെങ്കിലും ആവട്ടെ, പക്ഷെ രവിവർമ്മ തമ്പുരാൻ ഇനി ഈ ഹോട്ടലിൽ നിന്ന് നല്ല ബ്രാൻഡേ കഴിക്കാവൂ. ഇവിടെ സ്കോച്ച് ചോദിച്ചു വരുന്നവർക്ക് കുന്നംകുളത്തെ പട്ടച്ചാരായം കളർ ചേർത്ത് കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല ഇനിമേലാൽ. മിസ്റ്റർ വർമ്മ, നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലുള്ള ജോണി വാക്കർ റെഡ് ലേബൽ കമ്പനി സ്ട്രൈക്ക് മൂലം ലോക്കൗട്ടായിട്ട് ഇന്നേക്ക് 7 മാസവും 7 ദിവസവും തികയുന്നു. ഇംഗ്ലണ്ടിൽ പോലും കിട്ടാത്ത സാധനം ഈ ഭാരതത്തിൽ എങ്ങനെ വന്നു? യെസ്, ഇറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ്. ഐ എം സോറി, ഞാൻ സ്വല്പം ഇമോഷണൽ ആയിപ്പോയി. എനിക്ക് മനസ്സിലായില്ലല്ലോ. മിസ്റ്റർ വർമ്മയ്ക്കെന്നല്ല, ഇവിടുത്തെ സ്റ്റാഫിന് പോലും എന്നെ മനസ്സിലായിട്ടില്ല. എന്റെ ലക്ഷ്യം സഫലമാകുന്നതുവരെ ഈ സത്യം മൂടി വെക്കണമെന്ന് ശിവദാസനോട് ഞാൻ പറഞ്ഞിരുന്നു. ശിവദാസനോ? അതെ, ഈ ഹോട്ടലിന്റെ മുൻ ഉടമ ശിവദാസൻ, മിസ്റ്റർ വർമ്മയുടെ സുഹൃത്ത്. മിസ്റ്റർ വർമ്മ പോലും അറിഞ്ഞില്ലല്ലോ ഈ ഹോട്ടൽ ഞാൻ അവന്റെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. കസ്റ്റമേഴ്സുമായി നേരിട്ട് സംസാരിച്ചും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും വേണം എനിക്കിവിടെ ഒരു അഴിച്ചുപണി നടത്താൻ. മിസ്റ്റർ വർമ്മ, മനുഷ്യന് നിലനിൽക്കാൻ ഭക്ഷണവും വായുവും വെള്ളവും വേണം. വൃത്തികെട്ട സാധനങ്ങൾ കഴിച്ച് നമ്മുടെ വയർ പൊല്യൂട്ടഡ് ആവരുത്. See the difference? വെരി ഗുഡ്. സാർ പ്രോൺസോ മറ്റോ? ഒന്നും വേണ്ട, പോയാ മതി. പോകാനല്ലേ പറഞ്ഞത്. സാറ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ കിച്ചണിലെ ഫ്രീസറിൽ നോക്കിയതാണ്. ഒരുപാട് ചെമ്മീൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അവയൊക്കെ കടലിൽ നിന്ന് പിരിഞ്ഞിട്ട് മാസങ്ങൾ എത്രയോ ആയി കാണും. ആ ചെമ്മീൻ ആത്മാക്കൾ ഇപ്പൊ വല്ല സ്രാവോ തിമിംഗലമോ ഒക്കെ ആയി കടലിൽ പുനർജനിച്ചു കാണും. You are very, very funny.